പണി എങ്ങനെയുണ്ട്? ഓ എന്നാ പണി എങ്ങനെയാലും ഒരാഴ്ച പണം എന്തെങ്കിലും ഇച്ചിരി മിച്ചം പിടിക്കാല്ലേ അവധി ദിവസം നോക്കി ഏതെങ്കിലും വയ്യാവേലി വലിഞ്ഞേറി വരും. ഞാൻ അളിയന്റെ കാര്യമാണോ പറഞ്ഞത്? എന്റെ കൂട്ടുകാരുടെ കാര്യമല്ലേ പറഞ്ഞത്? അളിയന്റെ കൂട്ടുകാരൻ കഴിക്കും കേട്ടോ. കഴിച്ചു. അളിയന്റെ ഈ പുന്നാര പെങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു വിരുന്നക്കാർ വന്നാ അരി മേടിക്കാൻ വെച്ചിരിക്കുന്ന കാശെടുത്ത് അലുവയും കേക്കും മേടിക്കും. അറിയാവോ? ഈ വീട്ടിലെ കോഴിയും താറാവും ഒക്കെ എങ്ങനെ തീർന്നെന്ന് അളിയന്റെ വിചാരം. ഇതുപോലെ ഓരോരുത്തന്മാര് നാണമില്ലാതെ നിന്നിട്ട് പോകുന്ന അളിയനെന്തിനാ നിർത്തിയത്? അളിയൻ കഴിക്കേ, കൂട്ടുകാരൻ കഴിച്ചു. കഴിക്കുന്നു. അണ്ണൻ എന്തിനാ വന്നത്? നിങ്ങൾ തിരക്കില്ലല്ലോ. 2-ാം തീയതി അണ്ണന്റെ വീടിന്റെ പാലുകാച്ച വിളിക്കാൻ വന്നതാ. നീ ഇതെന്നാ നോക്കിക്ക, കറി അങ്ങോട്ട് വിളമ്പി കൊടുക്കാം. എന്നാ ഓ, കഷ്ടപ്പെട്ട് ഞാൻ ആ പണി അങ്ങ് തീർത്തളിയാ. കടം കുറച്ചുണ്ടെങ്കിലും അടച്ചുറപ്പുള്ളൊരു വീടായി. അളിയാ പറയുന്നുണ്ടെന്നും തോന്നുന്നത്. ചുമ്മാ കറങ്ങി നടക്കാതെ ഈ വീടിന്റെ പണിയൊന്നും തുടങ്ങി വെക്ക്. പിള്ളേര് വളർന്നു വരുമല്ലേ, അവസാനം അതുങ്ങൾ നമ്മളെ പഴിക്കരുതേ. എന്റെ പൊന്നളിയ, ഈ അമ്മയുടെ സൽക്കാര പ്രാന്തം നിർത്തി തരാമോ? 6 മാസത്തിനകം ഞാനിതൊരു മണിവാളിയാക്കി തരാം. ഇപ്പൊ എനിക്കായി കുറ്റം. നിങ്ങൾ കുടിക്കുന്ന കാശേ കൂട്ടി വെച്ചിരുന്നെങ്കിൽ ഞാൻ ദിവസം അമ്പലത്തിൽ അന്നദാനം നടത്തിയരാം. നിന്റെ ഈ അന്നദാനം ഓർത്ത് വിഷമിച്ചാരി ഞാൻ ഈ കുടിക്കുന്നത്. ശിവൻകുട്ടി പറയുന്നതിലും കാര്യമുണ്ട് പെണ്ണേ. കുടുംബത്തിരിക്കുന്ന പെണ്ണുങ്ങളാ ചെലവ് നിയന്ത്രിക്കുന്നത്. ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമല്ല, പക്ഷെ അന്ന് ചെയ്ത് കാണിക്കാനാ പാട്. അതങ്ങനെ സൽക്കരിക്കാൻ ഇവളും തിന്നോണ്ട് പോകാൻ കുറെ നാണമില്ലാത്തവന്മാരും. കുട്ടികളും കഴിക്ക്, വാരി വാരി കഴിക്ക്. അത് ഈ 2-ാം തീയതി എന്ന് പറഞ്ഞാൽ എന്നാഴ്ച വരും? അടുത്ത ഞായറാഴ്ച. അങ്ങനെ പരിപാടി വിപുലമായിട്ടാണ്. ഉദയത്തിന് മുമ്പ് പാല് കാച്ചി. അന്ന് വരുന്നവർക്കൊക്കെ ഒരു ഗ്ലാസ് ചായ 2 ബിസ്ക്കറ്റും കൈ കൊടുക്കും. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എല്ലാവരും കൂടെ കുറച്ച് ഉപ്പാവ് ഉണ്ടാക്കും. അതുകൊണ്ട് കൊള്ളാം, നന്നായിട്ടുണ്ട്. ഈ ഉപ്പാവ് തൊണ്ടയിൽ ഇറങ്ങി പോകാനിട്ടെ പഴം നമ്മൾ കൊണ്ടുവരണോ? വേണ്ട, അത് ഞങ്ങളവിടെ വീട്ടിൽ മേടിക്കുന്നു. പക്ഷെ അളിയന്റെ പഴയ ഒരു വാക്ക് കിടപ്പുണ്ട് കേട്ടോ. എന്നാൽ ആ കൂട്ടുകാരൻ വീണ പിന്നെ പഴയതുപോലെ ഓർമ്മയൊന്നുമില്ലേ? എന്നാലും ഇല്ലല്ലേ? അത് കൊള്ളാം. അണ്ണൻ വീട് വെക്കുന്ന കാലത്ത് ഒരു തടിയലമാര വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലയോ? അതിശയിക്കണ്ട, എനിക്ക് നല്ല ഓർമ്മശക്തിയാ. നാത്തനോട് തിരക്കിന്ന് പറയണേ. നമുക്കേ തലേന്ന് രാത്രി തന്നെ അങ്ങ് പോവാം. ഓമനനാഥന്റെ പൊങ്ങച്ചം കുറച്ച് കേൾക്കേണ്ടി വരുമായിരിക്കും. എന്നാലും സാരമില്ല, പുതിയൊരു സാരി അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ മോനും മോക്കും പുതിയ ഉടുപ്പ് വാങ്ങിക്കണം. നിങ്ങൾക്ക് ഓണത്തിന് വാങ്ങിച്ചു തന്നെ മതി. പിന്നെ ആ തോമാച്ചാന്റെ മില്ലിലെ പുതിയൊരു അലമാരയ്ക്ക് പറയണേ തേക്ക് തന്നെ മതി, നമ്മൾ ഒട്ടും കുറയ്ക്കണ്ട. മണി, പാല് കാച്ചിന് നീയും പിള്ളേരും പോണം. അളിയൻ തരുന്ന ഉപ്പാവ് വയറും നിറച്ച് തിന്നോണം. സമ്മാനവും കൊടുക്കണം. തേക്കിന്റെ തന്നെ ആയിക്കോട്ടെ അലമാര. ഇത് ഈ പറമ്പിന്റെ പട്ടയാണ്. വൃക്ക നീ ചോദിക്കരുത്. എന്റെ മോടെ കല്യാണത്തിന് വേണ്ടി നിർത്തിയേക്കുക. അപ്പൊ എല്ലാത്തിനും ഓരോ വഴിയും കണ്ടേച്ച് നിൽക്കുവന്നോ കൊച്ചുകള? അപ്പൊ പാലുകാച്ചിന് നിങ്ങൾ വരുന്നില്ലയോ? ഇല്ല. വീട്ടുകാരെ വെക്കുമ്പോ അപ്പൊ ഞാനെന്തോ പറയും? തലക്ക് തന്നെ തല തല്ലി ചത്തെന്ന് പറഞ്ഞേക്കണേ.